നമസ്കാരം. നമ്മൾ ഇന്ന് ഈ പോളിസി ഡോക്യുമെന്റുകളിലെ ഭാഷയെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ സംസാരിക്കാൻ പോവാണ്. നിങ്ങൾ തന്ന ആ നോട്ടുകൾ നോക്കിയപ്പോ സത്യം പറഞ്ഞാല് ആദ്യം കണ്ടപ്പോ ഇതൊരു ഭയങ്കര ഡ്രൈ ടോപ്പിക് ആണല്ലോ എന്ന് തോന്നിപ്പോയി, അല്ലേ? ശരിയാണ്. പോളിസി, നിയമം, അതിലെ ഭാഷ, ഇതൊക്കെ ആര് ശ്രദ്ധിക്കുന്നു എന്ന് തോന്നും. അതെ, കോളേജിലെ റൂൾസ് ബുക്ക് പോലെ അത്രേ ഉള്ളൂ എന്ന് നമ്മൾ കരുതും. പക്ഷേ ഈ നോട്ടുകൾ വായിച്ചപ്പോഴാണ് ശരിക്കും ഇതിലൊക്കെ എത്ര കാര്യം ശ്രദ്ധിക്കാനുണ്ട് എന്ന് മനസ്സിലായത്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അത്ര നിസ്സാരമല്ല സംഭവം. എക്സാക്ട്ലി, അതാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. എന്താണ് ഈ ഔദ്യോഗിക രേഖകളിലെ വാക്കുകൾക്ക് പിന്നിലെ ഒരു ശക്തി? എന്തിനാണ് ഓരോ വാക്കും ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത്? ശരി, നിങ്ങളുടെ ഈ സോഴ്സുകൾ വെച്ച് നമുക്ക് ഇതൊന്ന് പൊളിച്ചെടുക്കാം, അല്ലേ? നിങ്ങൾ റെഡിയാണല്ലോ? തീർച്ചയായും തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ, എന്താണ് ഈ പോളിസി ഡോക്യുമെന്റ്? അതെ, നിങ്ങളുടെ നോട്ടിൽ പറയുന്ന പോലെ ഇത് ചില നിയമങ്ങൾ അല്ലെങ്കിൽ തത്വങ്ങൾ അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങൾ, ഇതൊക്കെ എഴുതിവെച്ചിട്ടുള്ള ഒരു ഒഫീഷ്യൽ ഡോക്യുമെന്റ് ആണ്. ഓക്കെ. അത് ഗവൺമെന്റിനാവാം, യൂണിവേഴ്സിറ്റിക്കാവാം, ഒരു കമ്പനിക്കാവാം, ആർക്കുമുണ്ടാവാം. അതായത് ഒരു കാര്യത്തിൽ ആ സ്ഥാപനത്തിന്റെ ഒരു നിലപാട് അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശം എന്താണെന്ന് കൃത്യമായി പറയുന്ന ഒരു രേഖ. അതെ, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇന്റന്റ് എന്ന നോട്ടിൽ പറയുന്നുണ്ടല്ലോ, ഉദ്ദേശ്യത്തിന്റെ പ്രസ്താവന. അത് തന്നെ. കോളേജിലെ അറ്റൻഡൻസ് പോളിസി തൊട്ട് പിന്നെ രാജ്യത്തിന്റെ വലിയ നിയമങ്ങൾ വരെ ഇതിൽ വരും. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാല് പലപ്പോഴും ഇത് വായിച്ചാലൊന്നും മനസ്സിലാവില്ല, അല്ലേ? ഭയങ്കര കട്ടിയുള്ള ഭാഷയായിരിക്കും. അതെ, അതാണ് പ്രധാന പോയിന്റ്. അവിടെയാണ് ഈ ഭാഷയുടെ പ്രാധാന്യം വരുന്നത്. എന്തിനാണ് ഈ ഒഫീഷ്യൽ ഭാഷ ഇത്ര കറക്റ്റായിരിക്കണം, ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നത്? കാരണം സിമ്പിളാണ്. ഈ നിയമങ്ങളൊക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നത് അത് വാക്കുകളിലൂടെയാണല്ലോ. ശരിയാ. വാക്കുകൾ ക്ലിയർ അല്ലെങ്കിൽ എഴുതിയാൾ ഉദ്ദേശിച്ച കാര്യമായിരിക്കില്ല ചിലപ്പോ വായിക്കുന്നയാൾക്ക് കിട്ടുന്നത്. അത് പ്രശ്നവുമല്ലോ. ഭയങ്കര കൺഫ്യൂഷനാകും, ആശയക്കുഴപ്പമാകും, തർക്കങ്ങളാകും. ശരിയാണ്. നിങ്ങളുടെ ആ മെറ്റീരിയൽസിലും അത് പറയുന്നുണ്ട്, വ്യക്തത അഥവാ ക്ലാരിറ്റി. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഭാഷ ക്ലിയർ അല്ലെങ്കിൽ അവ്യക്തത കൂടും, ആംബിഗ്വിറ്റി. അതെ, ആംബിഗ്വിറ്റി കുറയ്ക്കുക എന്നതാണ് ലക്ഷ്യം. എല്ലാവർക്കും ഒരേ കാര്യം മനസ്സിലാവണം. അല്ലെങ്കിൽ എന്തു പറ്റും? പ്രശ്നമാവും. എന്തൊക്കെ പ്രശ്നങ്ങൾ? നോട്ടിൽ പറയുന്ന പോലെ ഇൻകൺസിസ്റ്റന്റ് ഇംപ്ലിമെന്റേഷൻ, അതായത് നിയമം നടപ്പിലാക്കുന്നത് ഓരോരുത്തർ ഓരോ രീതിയിലാവും. കാരണം ഓരോരുത്തർക്കും ഓരോന്നാണല്ലോ മനസ്സിലായത്. പിന്നെ ലീഗൽ ഡിസ്പ്യൂട്ട്സ്, നിയമപരമായ പ്രശ്നങ്ങൾ, തർക്കങ്ങളൊക്കെ ഉണ്ടാവാം. ശരിയാണ്. നമ്മുടെ കോളേജ് നോട്ടീസ് ബോർഡിലൊക്കെ ചിലപ്പോൾ കാണാറില്ലേ, പരീക്ഷ ടൈം ടേബിളിന്റെ കാര്യമോ മറ്റോ, എന്തെങ്കിലും ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ ക്ലാസ് മൊത്തം പുകിലാവില്ലേ? അതുപോലെ തന്നെ. അത് തന്നെ. ഈ റൂൾ ബുക്കില് വിദ്യാർത്ഥികൾ കൃത്യമായി ക്ലാസ്സിൽ ഹാജരാകണം എന്ന് മാത്രം പറഞ്ഞാൽ, എന്നാണ് ഈ കൃത്യമായി, എപ്പോഴാ വരേണ്ടത്, എത്ര അറ്റൻഡൻസ് വേണം, ഇതൊന്നും ക്ലിയർ അല്ലെങ്കിൽ ആകെ കൺഫ്യൂഷനാണ്. കറക്റ്റ്. അപ്പോൾ വ്യക്തതയുണ്ടെങ്കിൽ ആളുകൾക്ക് ആ പോളിസിയിലൊരു വിശ്വാസം വരും, ഒരു ഉത്തരവാദിത്വം ഉറപ്പാക്കും. പിന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയറാക്കാൻ വേണ്ടി ഹെഡിങ്ങുകൾ, സബ് ഹെഡിങ്ങുകൾ, പിന്നെ നമ്മൾ നോട്ട് എഴുതും പോലെ ബുള്ളറ്റ് പോയിന്റുകളൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. ബുള്ളറ്റ് പോയിന്റ്സ്. അതെ, അത് വായിക്കുന്നയാൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമാണ്, വെറുതെ ഒരു വലിയ പാരഗ്രാഫ് വായിക്കുന്നതിനേക്കാൾ. അപ്പോൾ ഈ ബുള്ളറ്റ് പോയിന്റ്സിന് ഇങ്ങനെ ഒരു ഗുണമുണ്ടല്ലേ, വെറുതെ ലിസ്റ്റ് ചെയ്യാൻ മാത്രമല്ല. അപ്പോൾ ശരി, ഈ അവ്യക്തമായ ഭാഷ, ആംബിഗ്വിറ്റി, അതുകൊണ്ടുണ്ടാവുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി പറയാമോ? പറയാം. നിങ്ങളുടെ നോട്ടിൽ ലിസ്റ്റ് ചെയ്തേക്കുന്നത്, 1, തെറ്റായ വ്യാഖ്യാനങ്ങൾ വരും, മിസ് ഇന്റർപ്രിറ്റേഷൻ. 2, നിയമം നടപ്പാക്കുന്നതിൽ ഒരു സ്ഥിരതയുണ്ടാവില്ല, ഇൻകൺസിസ്റ്റന്റ് ഇംപ്ലിമെന്റേഷൻ, ഓരോരുത്തർ ഓരോ പോലെ ചെയ്യും. ശരി. 3, കാര്യങ്ങൾ വൈകാൻ കാരണമാകും, ഡിലേസ്. പിന്നെ നിയമപരമായ തർക്കങ്ങൾ, കേസും കൂട്ടവുമൊക്കെ ഉണ്ടാവാം, ലീഗൽ ചലഞ്ചസ്. അയ്യോ. ഏറ്റവും പ്രധാനമായിട്ട് ആ പോളിസിയുടെ അല്ലെങ്കിൽ അത് ഇറക്കിയ സ്ഥാപനത്തിന്റെ ഒരു വിശ്വാസ്യത, ക്രെഡിബിലിറ്റി, അത് തന്നെ ഇല്ലാതാവും. അപ്പൊ ചുമ്മാ വാക്കുകൾ വാരിവിതറാൻ പറ്റില്ല, സൂക്ഷിച്ചും കണ്ടും ഉപയോഗിച്ചില്ലെങ്കിൽ പണി കിട്ടും. അതെ. ഇനി ഈ നോട്ടുകളിലെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു ഭാഗം, മസ്റ്റ്, മേ, ഈ 2 വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ ഇതത്ര കാര്യമാക്കാറില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിയമത്തിന്റെ കണ്ണിൽ അല്ലെങ്കിൽ ഒരു പോളിസി ഡോക്യുമെന്റിലെ ഈ 2 വാക്കുകൾക്ക് ഭയങ്കര വ്യത്യാസമുണ്ട്. അതെങ്ങനെ? മസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമാണ്,
അബ്സല്യൂട്ട്ലി മാൻഡേറ്ററി. അത് ചെയ്തില്ലെങ്കിൽ നിയമപരമായ പ്രശ്നമാകും. ഒരു ഒഴിവ് കഴിവും ഇല്ല. ഓക്കെ. ഉദാഹരണത്തിന് അസൈൻമെന്റ് മസ്റ്റ് ബി സബ്മിറ്റഡ് ബൈ ട്യൂസ്ഡേ. അതെ, ചൊവ്വാഴ്ചയ്ക്ക് മുൻപ് വെച്ചേ പറ്റൂ. നോ ചോയ്സ്. ശരി. എന്നാൽ മേയോ? മേ എന്ന് പറഞ്ഞാൽ അതൊരു അനുമതിയാണ്, പെർമിഷൻ. അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ, ഒരു സാധ്യത. നിർബന്ധമില്ല. യു മേ യൂസ് എക്സ്ട്രാ റെഫറൻസസ് ഫോർ യുവർ അസൈൻമെന്റ്. ആ, നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫറൻസ് ഉപയോഗിക്കാം, വേണ്ടെങ്കിൽ വേണ്ട, നിർബന്ധമില്ല. അതെ. അപ്പോ ഒരു നിയമത്തിൽ മേയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് പാലിച്ചില്ല എന്ന് പറഞ്ഞ് ആരെയും നിർബന്ധിക്കാൻ പറ്റില്ല. അത് നോൺ എൻഫോഴ്സിബിളായി മാറും. ഓഹോ. അതുകൊണ്ട് ഒരു കാര്യം നിർബന്ധമാണെന്ന് കാണിക്കാൻ എപ്പോഴും മസ്റ്റ് അല്ലെങ്കിൽ അതുപോലത്തെ ശക്തമായ വാക്കുകൾ ഷാൽ, വിൽ ഒക്കെ ഉപയോഗിക്കണം. കൊള്ളാം. ഇനിയിപ്പോ കോളേജിലെ റൂൾ ബുക്ക് കിട്ടിയാൽ ആദ്യം നോക്കണം എവിടെയൊക്കെ മസ്റ്റ് ഉണ്ട്, എവിടെയൊക്കെ മേ ഉണ്ട് എന്ന്. വല്ല പഴുതും കണ്ടുപിടിക്കാൻ പറ്റിയാലോ? ചിരി. നോക്ക്. നമ്മുടെ അറ്റൻഡൻസ് പോളിസിയില് സ്റ്റുഡൻസ് മേ അറ്റൻഡ് ക്ലാസ്സസ് റെഗുലർലി എന്നെങ്ങാനുമാണെങ്കിൽ രക്ഷപ്പെട്ടു. ചിരി. അതിന് സാധ്യത കുറവാ. അറ്റൻഡൻസിന്റെ കാര്യമൊക്കെ ഉറപ്പായും മസ്റ്റായിരിക്കും. എന്നാലും ഈ വ്യത്യാസം അറിയുന്നത് വളരെ പ്രധാനമാണ്. നിയമങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കണം. തീർച്ചയായും. അടുത്ത പോയിന്റ്, കൃത്യത, പ്രിസിഷൻ. വ്യക്തത മാത്രം പോരാ, കൃത്യതയും വേണം എന്ന് പറയുന്നു. അതെങ്ങനെ ഉറപ്പാക്കാം? അതിന് പ്രധാനമായിട്ട് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, മെഷറബിൾ ടേംസ് ഉപയോഗിക്കുക. അതായത് അളക്കാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ പറയുക. ഓക്കെ. മറ്റൊന്ന്, ഡിഫൈൻ കീ കോൺസെപ്റ്റ്സ്. പ്രധാനപ്പെട്ട വാക്കുകൾക്ക് അല്ലെങ്കിൽ ആശയങ്ങൾക്ക് കൃത്യമായ നിർവചനം കൊടുക്കുക. ഒരു ഉദാഹരണം പറയാമോ ഈ മെഷറബിൾ ടേംസിന്? പറയാം. ഇപ്പോ ട്രെയിനിങ് എത്രയും പെട്ടെന്ന് തീർക്കണം എന്ന് പറയുന്നതിലും കൃത്യതയുണ്ട്. ട്രെയിനിങ് 30 ദിവസത്തിനകം തീർക്കണം എന്ന് പറയുമ്പോൾ. ആ, ശരിയാണ്. എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ അതെപ്പോഴാണ്? അതിനൊരളവില്ല. അതെ. അതുപോലെ നിർവചനങ്ങൾ, ഡെഫിനിഷൻ. നമ്മുടെ കോളേജ് നിയമങ്ങളിൽ മാൽ പ്രാക്ടീസ് എന്ന് കാണാം. പക്ഷെ എന്താണ് ഈ മാൽ പ്രാക്ടീസ്? കോപ്പി അടിക്കുന്നത് മാത്രമാണോ? അതോ വേറെ എന്തെങ്കിലും ഉണ്ടോ? അത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നവും. ചിലപ്പോൾ അറിയാതെ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും മാൽ പ്രാക്ടീസായി കണക്കാക്കാം. അല്ലെങ്കിൽ മനഃപൂർവ്വം രക്ഷപ്പെടാൻ നോക്കുന്നവർക്ക് അതൊരു പഴുതാകാം. കറക്റ്റ്. അപ്പോൾ പ്രധാനപ്പെട്ട വാക്കുകൾക്ക്, കീ ടേംസ്, ആ ഡോക്യുമെന്റിൽ തന്നെ ഒരു നിർവചനം കൊടുക്കുന്നത് ഈ കൺഫ്യൂഷനൊക്കെ ഒഴിവാക്കാൻ നല്ലതാണ്. എല്ലാവർക്കും ഒരേ അർത്ഥം കിട്ടും. ശരി. ഇനി നമ്മൾ കുറച്ചുകൂടി പ്രധാനപ്പെട്ട എന്നാൽ സെൻസിറ്റീവായ ഒരു ഏരിയയിലേക്ക് കടക്കുകയാണ്. നിങ്ങളുടെ നോട്ടുകളിൽ എടുത്തു പറയുന്ന ഒരു കാര്യം, ഭാഷ ധാർമ്മികവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായിരിക്കണം. എത്തിക്കൽ ആൻഡ് ഇൻക്ലൂസീവ് ലാംഗ്വേജ്. അതെന്താണ് സംഭവം? ഇത് നമ്മൾ വെറുതെ മര്യാദയ്ക്ക് സംസാരിക്കുന്ന പോലെയല്ല. ഇത് കുറച്ചുകൂടി ഡീപ്പാണ്. സാമൂഹിക നീതി, തുല്യത, ഇതൊക്കെ ഉറപ്പാക്കുന്നതിനെക്കുറിച്ചാണ്. അതെങ്ങനെ? അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ അത് ആരെയെങ്കിലും ഒഴിവാക്കുന്ന രീതിയിലുള്ളതാവരുത്. എക്സ്ക്ലൂസീവ്. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെക്കുറിച്ച് മോശമായി പറയുന്നതോ മുൻവിധിയോടുകൂടിയതോ ബയസ്ഡ് ആവരുത്. വിവേചനം, ഡിസ്ക്രിമിനേറ്ററി പാടില്ല. ഓക്കെ. ഉദാഹരണത്തിന് ഒരു സിമ്പിൾ ഉദാഹരണം, ജെൻഡർ ന്യൂട്രൽ ലാംഗ്വേജ് ഉപയോഗിക്കുക. അതായത് അവൻ, അവൾ എന്ന് പ്രത്യേകം പറയുന്നതിന് പകരം ദി എംപ്ലോയി, ദ സ്റ്റുഡന്റ്, ദേ എന്നൊക്കെ ഉപയോഗിക്കുന്നത്. ആ, ശരിയാണ്. അപ്പോ ആരെയും ഒഴിവാക്കുന്നില്ല. അതെ. അതുപോലെ വംശീയമായതോ മതപരമായതോ ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ടതോയാ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ആരെയും മോശമായി ചിത്രീകരിക്കുന്ന വാക്കുകൾ ഒഴിവാക്കുക. ബഹുമാനത്തോടെയുള്ള റെസ്പെക്ട്ഫുൾ ഭാഷ ഉപയോഗിക്കുക. മനസ്സിലായി. ഇപ്പോൾ കോളേജ് അഡ്മിഷൻ ഫോമിലൊക്കെ ആണെങ്കിലും മെയിൽ, ഫീമെയിൽ എന്നല്ലാതെ മറ്റ് ഓപ്ഷൻസ് കൂടി കൊടുക്കുന്നത് കാണാറുണ്ടല്ലോ. അതും ഇതിന്റെ ഭാഗമായിട്ട് വരും അല്ലേ? തീർച്ചയായും. അതും ഇൻക്ലൂസിവിറ്റിയുടെ ഭാഗമാണ്. എല്ലാവരെയും പരിഗണിക്കുന്നു എന്നൊരു തോന്നൽ അത് നൽകും. ശരിയാണ്. അതുപോലെ ഒരു സ്ഥലത്ത് പല ഭാഷ സംസാരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട പോളിസികളൊക്കെ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു കൊടുക്കുന്നതും ഇതിന്റെ ഭാഗമാണെന്ന് നിങ്ങളുടെ സോഴ്സിൽ പറയുന്നുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. കാരണം എല്ലാവർക്കും വിവരം കിട്ടണമല്ലോ. ഭാഷ ഒരു തടസ്സമാവരുത്. അതെ. ഇനി അടുത്തത്, ലക്ഷ്യബോധമുള്ള ഭാഷ, പേർപ്പസ് ഡ്രിവൻ ലാംഗ്വേജ്. അതെന്താണ്? അതായത് എന്തിനാണ് ഈ പോളിസി? ഇതിന്റെ ലക്ഷ്യമെന്താണ്? പേർപ്പസ്. അത് തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കണം. ഓക്കെ. വെറുതെ കുറേ റൂൾസ് ഇങ്ങനെ പറയുന്നതിന് പകരം എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന് തുടക്കത്തിൽ പറഞ്ഞാൽ ആളുകൾക്ക് അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാവും. അത് സ്വീകരിക്കാനും അനുസരിക്കാനും ഒരു താൽപ്പര്യം കൂടും. ആ, അത് കൊള്ളാം. ഉദാഹരണത്തിന് കോളേജിൽ പ്ലാസ്റ്റിക് നിരോധിക്കുകയാണെങ്കിൽ ഇന്നു മുതൽ പ്ലാസ്റ്റിക് ബാൻ ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ
നമ്മുടെ ക്യാമ്പസ് പരിസ്ഥിതി സൗഹൃദമാക്കാൻ പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ നിരോധനം എന്ന് പറഞ്ഞാൽ. അതെ. അപ്പോ ആ ലക്ഷ്യം മനസ്സിലാവുമ്പോൾ ആളുകൾക്കത് ഉൾക്കൊള്ളാൻ എളുപ്പമാവും. പിന്നെ ആ ഡോക്യുമെന്റിലെ ഓരോ ഭാഗവും ഈ പ്രധാന ലക്ഷ്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം. ശരി. ഇനി ഭാഷയുമായി ബന്ധപ്പെട്ട മറ്റ് 2 കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന് സാങ്കേതിക പദങ്ങൾ, ജാർഗൻ, പിന്നെ ഭാഷാരീതി, ടോൺ. ജാർഗൻ. ഈ സാങ്കേതിക പദങ്ങൾ ചിലപ്പോൾ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ പറയുന്നത് കേട്ടാൽ നമുക്കൊന്നും മനസ്സിലാവില്ലല്ലോ. അതുപോലെ ഈ പോളിസി പേപ്പറിലും ഉണ്ടാവാറുണ്ടല്ലേ? ഉണ്ടാവാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആർക്കു വേണ്ടിയാണോ ഈ പോളിസി എഴുതുന്നത് അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതണം. ശരിയാണ്. സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ ഒരുപാട് ടെക്നിക്കൽ വാക്കുകൾ അല്ലെങ്കിൽ ചുരുക്കെഴുത്തുകൾ, ആക്രോണിംസ് ഒക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി ഉപയോഗിച്ചേ പറ്റൂ എന്നാണെങ്കിൽ അതിന് വ്യക്തമായ ഒരു വിശദീകരണം അവിടെ തന്നെ കൊടുക്കണം. അതെ. കോളേജ് നോട്ടീസിൽ ഫീസിന്റെ കാര്യം പറയുമ്പോൾ എന്തെങ്കിലും ഡിസ്ബേഴ്സ്മെന്റ് ലെജർ എന്നൊക്കെ പറയുന്നതിനു പകരം ഫീസ് അടച്ചതിന്റെ കണക്ക് എന്ന് ലളിതമായി പറഞ്ഞാൽ മതിയാവും. അത് തന്നെ. അതുപോലെയാണ് ടോൺ, ഭാഷാരീതി. ഒരു നിയമം വായിക്കുമ്പോൾ നമുക്കെന്ത് ഫീൽ ചെയ്യുന്നു എന്നതും പ്രധാനമാണ്. ഭയങ്കര കർക്കശമായ ഭാഷ, ഒരു പട്ടാളച്ചിട്ട പോലത്തെ ടോണാണെങ്കിൽ ആളുകൾക്കൊരു എതിർപ്പ് തോന്നാം. എന്നാൽ തീരെ ലാഘവത്തോടെ ഒരു തമാശ പോലെ എഴുതാനും പറ്റില്ല. ഇത് സീരിയസ് കാര്യങ്ങളാണ്. അതെ. അപ്പോൾ വേണ്ടത് ഒരു ബാലൻസാണ്. ഗൗരവം വേണം, പക്ഷേ ഭയപ്പെടുത്തുന്ന രീതിയിലാവരുത്. ഒരു അപ്രോച്ചബിൾ ടോൺ. എന്നാൽ അധികാരം കാണിക്കുന്ന ഒഥോറിറ്റേറിയൻ രീതിയിലുമല്ല. വ്യക്തവും എന്നാൽ മാന്യവുമായൊരു ടോൺ. അതാണ് നല്ലതെന്ന് നിങ്ങളുടെ നോട്ടുകൾ പറയുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ ഏകദേശം അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. നിങ്ങളുടെ നോട്ടുകളിലെ ഒരു പ്രധാനപ്പെട്ട ആശയം ഒരു എസ്സേ ചോദ്യം പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഭാഷ കേവലം ആശയവിനിമയത്തിനുള്ള ഉപാധിയല്ല, മാറ്റത്തിനുള്ള ഒരു ഉപകരണം കൂടിയാണ്. ലാംഗ്വേജ് ഇസ് നോട്ട് ജസ്റ്റ് എ മീഡിയം ബട്ട് എ ടൂൾ ഫോർ ചേഞ്ച്. ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇത് നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം ഒരു ആകത്തുകയാണെന്ന് പറയാം. വ്യക്തവും ക്ലിയർ, കൃത്യവും പ്രിസൈസ്, ശക്തവുമായ ഭാഷ. പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ മസ്റ്റ് പോലെയുള്ള വാക്കുകൾ. അതൊക്കെ ആളുകളെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കും. ശരിക്കും ഒരു പവറുണ്ട്. മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. ഒരു പോളിസി എത്ര നല്ലതാണെങ്കിലും അതിന്റെ ഭാഷ മോശമാണെങ്കിൽ, അവ്യക്തമാണെങ്കിൽ, അല്ലെങ്കിൽ അത് വിവേചനം കാണിക്കുന്നതാണെങ്കിൽ അതുകൊണ്ടൊരു കാര്യവുമില്ല. ചിലപ്പോൾ വിചാരിച്ചതിന് നേരെ വിപരീത ഫലമായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ തുടങ്ങിയപ്പോൾ വിചാരിച്ച പോലെ അത്ര ബോറടിപ്പിക്കുന്നൊരു വിഷയമല്ല ഇതല്ലേ? അല്ല. ഈ കടലാസിലെ നിയമങ്ങളിലെ വാക്കുകൾ, അതിനു പിന്നിൽ വ്യക്തത, കൃത്യത, നീതി, ഇൻക്ലൂസിവിറ്റി, ലക്ഷ്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. തീർച്ചയായും. ഒരു വാക്ക് മാറിയാൽ മതി, ചിലപ്പോ മൊത്തം അർത്ഥം മാറും. നല്ല ഭാഷയാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാവും, തർക്കങ്ങൾ കുറയും, നിയമം നന്നായി നടപ്പാവും. എന്തായാലും ആ മസ്റ്റ്, മേ വ്യത്യാസം ഓർത്തുവെക്കുന്നത് നല്ലതാണ്. അതെന്തായാലും. അപ്പൊ നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത തവണ ഏതെങ്കിലും ഒരു ഒഫീഷ്യൽ നോട്ടീസ് കിട്ടുമ്പോൾ, അത് കോളേജ് സർക്കുലർ ആവാം, ബാങ്കിൽ നിന്നുള്ള ലെറ്റർ ആവാം, ഗവൺമെന്റ് ഓർഡർ ആവാം, എന്തായാലും അതിലെ ഭാഷയൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അതെത്ര ക്ലിയർ ആണ്, എത്ര കൃത്യമാണ്, അതിലെ വാക്കുകൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്നുണ്ടോ, എന്തിനാണ് ആ നിയമം എന്നതിൽ പറയുന്നുണ്ടോ, എന്നിട്ട് ഒന്നുകൂടി ചിന്തിച്ചു നോക്കൂ. ഇതേ കാര്യം നിങ്ങൾക്ക് ഇതിലും നന്നായിട്ട്, കുറച്ചുകൂടി വ്യക്തമായിട്ട്, കുറച്ചുകൂടി ഇൻക്ലൂസീവായിട്ട് എഴുതാൻ പറ്റുമോ? അതൊരു നല്ല ചിന്തയാണ്. നമ്മുടെ ചുറ്റുമുള്ള ഈ ഭാഷയെ കുറച്ചുകൂടി ഒന്ന് ക്രിട്ടിക്കലായിട്ട് നോക്കാൻ ഇതൊരു തുടക്കമായേക്കാം. ഇതൊന്ന് ആലോചിച്ചു നോക്കേണ്ട കാര്യമാണല്ലേ? തീർച്ചയായും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വിശകലനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ സോഴ്സുകളിലെ പ്രധാന കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ശരി. അടുത്ത തവണ നമുക്ക് പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.